നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലത്താണ് 144 പോലീസുകാരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അബദ്ധജടിലമാണ്, അവാസ്തവമാണ്, രേഖകൾക്ക് വിരുദ്ധമാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ് എൻ്റെ മുമ്പിലുള്ളത്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് 61 പേരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. ഇതിൻ്റെ കാരണം എന്താ? എങ്ങനെയാണ് ചെയ്യുന്നത്? മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ, ക്രൂരകൃത്യങ്ങൾ, കൊലപാതകങ്ങളിൽ ഏർപ്പെടുന്നവർ, ലോങ് ലീവ് എടുത്തു പോകുന്നവർ, അങ്ങനെ അബ്സ്കോണ്ട് ചെയ്യുന്നവർ, ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഈ കേസുകൾ എടുക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റൊരു ഗവൺമെൻറ് കാലത്തും ആരെയും പിരിച്ചുവിട്ടിട്ടില്ല. അത് വളരെ അവാസ്തവമായ കാര്യമാണ്. മാത്രമല്ല, കേരളത്തിലെ ക്രമസമാധാന നില ഇന്ന് തകർന്നിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവന് സ്വത്തിന് സുരക്ഷിതത്വമില്ല. പോലീസ് സ്റ്റേഷനിൽ നടന്നു പോകുന്നവൻ മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പോലീസുകാരുടെ അക്രമങ്ങൾ വ്യാപകമാകുന്നു. സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടുന്നില്ല. ഗവൺമെന്റ് ഒത്താശ ചെയ്യുന്ന പാർട്ടിക്കാരുടെ നിയന്ത്രണത്തിലാണ് പോലീസ്. പാർട്ടി പരിപൂർണമായി പോലീസിനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയത് കൊണ്ടാണ് കേരള പോലീസിന് ഈ ദുർഗതി വന്നിട്ടുള്ളത്. അതിനെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ ശക്തിപ്പെടുത്തും. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനുണ്ടായ അനുഭവം എത്ര ദാരുണമാണ്. എന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞ എന്താ? 11 കേസുണ്ട്. എന്താ 11 കേസ്? ജാഥ നടത്തി, പോലീസ് സ്റ്റേഷൻ പിക്കറ്റിംഗ് നടത്തി, മൈക്കിൽ പ്രസംഗിച്ചു, 5 പേരിൽ കൂടുതൽ കൂട്ടം കൂടി നിന്നു. ഇതൊക്കെയാണ് കേസ്. അപ്പോൾ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി പോരാടുന്നവരെ അപമാനിക്കുകയും ലോക്കപ്പിലിട്ട് മർദ്ദിക്കുകയും ചെയ്യുന്ന ഈ നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയിൽ നിന്ന് നോക്കുകുത്തിയാണ്. ഒരു പരാതി ആൾക്ക് കൊടുക്കാനുള്ള വിശ്വാസമില്ല. CPMന്റെ സഹയാത്രികരായ ആളുകളെ കൊണ്ട് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി കുത്തി നിറച്ചിരിക്കുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് നിയമനം ഉണ്ടായത്. ഒരു എൻക്വയറി നടത്താൻ പോലീസിലല്ലാത്ത ഒരാളിനെ അതിൻ്റെ എൻക്വയറി ഓഫീസറായി വെക്കണമെന്നുള്ളതായിരുന്നു തീരുമാനം. ആ തീരുമാനം ഈ ഗവൺമെൻറ് വന്ന ശേഷം അത് ഇല്ലാതാക്കി. ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു 60 ദിവസത്തിനുള്ളിൽ ഇത് പുനഃസ്ഥാപിക്കണം. അവർ പുനഃസ്ഥാപിച്ചില്ല. അപ്പോൾ ജസ്റ്റിസ് VK മോഹനും ഒരു DGPയും കൂടി എല്ലാം തീരുമാനിക്കും. അപ്പോൾ ജനങ്ങൾ എങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കും? പോലീസിനെതിരെ പോലീസിന് തന്നെ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ചീഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിട്ട് പോലീസിന് പുറത്തുള്ള ഒരാളെ വെച്ചത്. അത് വളരെ ഫലപ്രദമായിരുന്നു. അത് അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോയത്. അതിൻ്റെ പരിണിത ഫലമാണ് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയിൽ ആളുകൾ കേസ് കൊടുക്കാത്തത്. അപ്പോൾ പോലീസ് ഭരണം CPMന്റെ കൈകളിൽ അമർന്നിരിക്കുന്നു. പാർട്ടി പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സേനയായി ഇത് മാറിയിരിക്കുന്നു. അതാണ് ഇന്ന് കാണുന്ന ഈ ദുരന്തങ്ങൾക്കെല്ലാം പ്രധാനപ്പെട്ട കാരണം. ഈ പോലീസ് അതിക്രമ സഭയിൽ ഉന്നയിക്കപ്പെടുന്നു, വിലക്കയറ്റം ഉന്നയിക്കപ്പെടുന്നു, ഇതെല്ലാം ഉന്നയിക്കുന്നു. പക്ഷേ ഈ ഭരണപക്ഷത്തിന് ഏതെങ്കിലും രീതിയിലൊരു ഒരു പ്രതീതി, അതായത് അവർക്കൊരു എഡ്ജ് ഉണ്ടെന്നൊരു പ്രതീതി നിലവിലുണ്ട്. ഈ പ്രതിപക്ഷത്തിന്റെ സ്ട്രാറ്റജി, UDFന്റെ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും പാളിച്ചയുണ്ടോ? സഭയിൽ ഒരു പാളിച്ചയുമില്ല. ഞങ്ങൾക്ക് അടിയന്തര വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടി വരും, ജനങ്ങളെ ബാധിക്കുന്നു. അത് ചർച്ച ചെയ്യാൻ അവസരം കിട്ടും. എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഭരണപക്ഷത്തിന് കൂടുതൽ സമയം കിട്ടും, നമുക്ക് വളരെ കുറച്ച് സമയമുണ്ട്. ആ കുറച്ച് സമയം എന്ന് വെച്ചാൽ അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് സമയം കൊടുക്കുന്നത്. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്ത് ഫലപ്രദമായി തന്നെ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ്. അതിലൊന്നും ഒരു പിന്നോക്കം പോയിട്ടില്ല.